PSC പരീക്ഷയിൽ ഉന്നത വിജയം നേടി സ്വന്തം പഞ്ചായത്തിൽ തന്നെ സർക്കാർ ജോലി കരസ്ഥമാക്കിയ ഒരു വനിതയെ പരിചയപ്പെടാം. വലമ്പിലിമംഗലം സ്വദേശിയായ സിന്ധു പഞ്ചായത്തിലെ പരിശീലന കേന്ദ്രത്തിലൂടെയാണ് ആദ്യ പരീക്ഷയിൽ തന്നെ മികച്ച വിജയം നേടിയത്. കടമ്പഴിപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് സിന്ധു. PSC പരീക്ഷയിൽ വിജയം നേടി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്യൂണായി ജോലി നേടിയ വീട്ടമ്മയാണ് വലമ്പിലിമംഗലം സ്വദേശിയായ ഇവർ. മണ്ണാർക്കാട് അരയങ്ങോട് സ്വദേശിയായ സിന്ധു 2010 വിവാഹിതയായ ശേഷമാണ് ശ്രീകൃഷ്ണപുരത്തെത്തിയത്. VHSC കോഴ്സ് പൂർത്തിയാക്കിയ സിന്ധുവിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു സർക്കാർ ജോലി വേണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഗ്രാമപഞ്ചായത്തിലെ PSC പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. നിറയെ പണിയൊക്കെ ഉള്ള വീടാണ്. ഒരു സാധാരണ പഴയ തറവാട്. അപ്പോ അമ്മ കിടപ്പ് രോഗിയായിരുന്നു. അപ്പൊ അവർക്ക് ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് അവര് കിടന്നുറങ്ങും. അപ്പൊ ഞാൻ അവർക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ശല്യമാവും. ഞാൻ എന്തേ രാത്രി റൂമിൽ ലൈറ്റ് ഇട്ടേച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ പോലെ. മോനാണെങ്കിലും ചിലപ്പം ഞെട്ടി നീക്കും. അപ്പൊ എല്ലാരും ലൈറ്റ് അണച്ചാ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് അവർ അറിയാനും പാടില്ല. നോക്കിയുടെ പഴയ സെറ്റിന്റെ ലൈറ്റ് ടോർച്ച് ഓൺ ആക്കും. എന്റെ മാത്സിന്റെ എല്ലാ പ്രോബ്ലവും ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കിയുടെ സെറ്റിന്റെ ആ വെളിച്ചത്തിൽ ഇരുന്നിട്ടാണ്. 2-2.5 മണിക്കൂർ. ആരും ബുദ്ധിമുട്ടിക്കണ്ട, കൂടെ ഉള്ളവരറിയാനും പാടില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്സിൽ എനിക്ക് 17 മാർക്ക്. ആ ഒരു വർഷത്തെ ഒരു 1.5 മണിക്കൂർ രാത്രി മാത്സിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചു. എല്ലാ പ്രയാസങ്ങൾക്കിടയിലും PSC പഠനം തുടർന്നു. താൽക്കാലിക ജോലിയും വീട്ടുജോലിയും കഴിഞ്ഞ് വീട്ടിൽ മറ്റാരുടെയും ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ മൊബൈലിന്റെ വെളിച്ചത്തിൽ പഠനം തുടരുമ്പോഴും ആത്മവിശ്വാസം തെല്ലും നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു സർക്കാർ ജോലിക്കായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, കഠിനമായി പരിശ്രമിച്ചു. 1 വർഷം പരിശീലനം തുടർന്നു. ആദ്യ പരീക്ഷയിൽ തന്നെ മികച്ച വിജയം നേടി. സ്വന്തം പഞ്ചായത്തിൽ തന്നെ സിന്ധു ജോലി നേടി. ലാബ് ടെക്നീഷ്യൻ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എന്നും രാവിലെ നടന്നിട്ടാണ് പോവുക ക്ലിനിക്കിലേക്ക്. നടന്നു പോകുമ്പോ പഞ്ചായത്തിന്റെ മുന്നിൽ ഒരു ബോർഡ് കാണാണ്, സൗജന്യ പരിശീലനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ്. നടന്നു പോകുമ്പോ അവിചാരിതമായിട്ട് കണ്ടു. അപ്പൊ എനിക്ക് സമയമില്ല, കാരണം 8-10 മണിക്കൂർ വർക്കിംഗ് ടൈം ഉള്ള ഒരു സ്ഥലത്തുനിന്ന് എങ്ങനെ ഇതെനിക്ക് എത്തും? വീട്ടിലും നിറയെ പണികള്, പിന്നെ അതിന് പറ്റിയൊരു സാഹചര്യമില്ല. അപ്പൊ എങ്ങനെ സമയം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പൊ സമയം വേണമെങ്കിൽ ഉണ്ടാക്കാന്ന് സ്വയം തോന്നി. രാവിലെ അവിടെ ക്ലിനിക്കിൽ പോവും, മാക്സിമം സ്പീഡിൽ എന്റേതായ പണികൾ ചെയ്യും. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഒരു 1:30, അത് കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് 3:30 ആകുമ്പോഴേ ഡോക്ടർമാരെ OP തുടങ്ങും. അപ്പൊ ആ ഗ്യാപ്പിന്റെ ആ സമയം പഞ്ചായത്തിന്റെ കോമ്പൗണ്ടില് PSC ക്ലാസ്സിന്റെ അവിടെ വന്നിട്ട് പുറത്തിരുന്ന് കുറെ പേര് പഠിക്കുന്നുണ്ടാവും. അവരുടെ കൂട്ടത്തിൽ കൂടെ ചേർന്ന് കൃത്യം 1 വർഷം ആഴത്തിലിരുന്ന് പഠിച്ചു. ആ 1 വർഷം എനിക്ക് കൃത്യം 1 വർഷം 1.5 മണിക്കൂർ അത്രേ വേണ്ടി വന്നിട്ടുള്ളൂ. 4 മണിക്ക് ഞാൻ തിരിച്ച് വീട്ടിൽ നടന്നിട്ട് ക്ലിനിക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ആത്മാർത്ഥമായി പഠിച്ചു. അത്യാവശ്യം നന്നായിട്ട് 1-2 എക്സാമുകൾ എഴുതി ആദ്യം പഠിച്ച് ഒന്ന് ടാർഗറ്റ് ചെയ്ത് പഠിച്ചപ്പോ ആ എക്സാമിൽ തന്നെ ഇതിൽ വന്നു. കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലാഗായി നിയമനം. പക്ഷെ ഞാൻ പഠിച്ച പഞ്ചായത്തിൽ അതേ ഇതിൽ തന്നെ അപ്പോയിന്റ്മെന്റ് വന്നപ്പോൾ എനിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു. അവിചാരിതമായിട്ടാണ് പഠിച്ചത് ഒരേ സ്ഥലത്ത്, ജോലി ചെയ്യുന്നതും അതേ പഞ്ചായത്തിലാണ്. പരിമിതികളെ പടവുകളാക്കി മാറ്റിയ സിന്ധു എന്ന ഗ്രാമീണ വനിതയുടെ തിളക്കമാർന്ന ജീവിത വിജയം നൽകുന്നത് കഠിനമായ പരിശ്രമം മാത്രമാണ് വിജയത്തിലേക്കുള്ള ഏക വഴിയെന്ന സന്ദേശമാണ്. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുകയും എല്ലാ ദിവസവും ഞായറാഴ്ച പോലും ലാബ് ടെക്നീഷ്യന്റെ ജോലിയുണ്ട്. ആ ഞായറാഴ്ചകളിലും വർക്ക് ചെയ്യുമ്പോൾ ഈ ജോലിക്ക് പോകുമ്പോൾ ഇടയിൽ കമ്പൈൻ സ്റ്റഡിക്ക് 1 മണിക്കൂറോ 1/2 മണിക്കൂറോ പഞ്ചായത്തിന്റെ ഉള്ളിൽ കോമ്പൗണ്ടിൽ കയറി ആ പഠനം നടത്തുകയും 1 വർഷം കൊണ്ട് ആ കുട്ടി നല്ല രീതിയിൽ പരീക്ഷ എഴുതുകയും ആദ്യ റാങ്ക് ലിസ്റ്റിൽ തന്നെ പേര് വരികയും അങ്ങനെ സ്വന്തം പഞ്ചായത്തിൽ തന്നെ ജോലി കിട്ടിയ ഒരു അനുഭവമാണ്. എല്ലാ PSC പഠിക്കുന്ന കുട്ടികൾക്കും ഇതൊരു മാതൃകയാണ്. കാരണം എല്ലാ വെല്ലുവിളികളിലൂടെയും ഒരു കുട്ടി പഠിച്ച് ജോലി നേടുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അത് ഏറ്റവും നല്ല മാതൃകയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ OA ആയ സിന്ധു. CCN കടമ്പഴിപ്പുറം.